ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. റാങ്ക് മേക്കിംഗ് സീരീസിന്റെ പൈപ്പാൺ സിസ്റ്റം എന്നുള്ള ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ SSC CGL 2024 അതേപോലെ CHSL 2024 വേണ്ടി റാങ്ക് മേക്കിംഗ് സീരീസ് എന്ന് പറഞ്ഞിട്ട് മാത്സിന്റെ അതേപോലെ ബാക്കി സബ്ജക്റ്റിന്റെയും ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഓൾറെഡി 3-4 ക്ലാസ്സുകൾ നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ CGL 2024 പ്ലേലിസ്റ്റിലും നമ്മുടെ CGL വേണ്ടിയുള്ള ക്ലാസ്സുകൾ ഓൾറെഡി ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കാണുക. ഇപ്പോൾ ആർക്കെങ്കിലും ഇപ്പോൾ കാണുന്ന ക്ലാസ്സുകൾ നല്ല ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വേണ്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് പോയിട്ട് എഴുതി ജോലി വാങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ക്ലാസ്സും നമുക്ക് ബേസിക് ക്ലാസ് ആയിട്ട് പഠിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഒരു യൂസും ഇല്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇത് കാണുന്നവർ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്കിപ്പോൾ ഒരു ക്ലാസ് കണ്ട് അതിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ പറയുന്നതും നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ല, അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അതിനകത്ത് ബേസിക് നോളജ് ഇല്ലെന്നാണ്. ഇപ്പൊ ബേസിക് നോളജ് ഇല്ലാത്തവര്, ഇപ്പൊ ഞാനൊരു കമന്റ് കണ്ടതാണ്, വേസ്റ്റ് ക്ലാസ് ആണ്, അതേപോലെ നിങ്ങൾക്ക് എനിക്ക് കാര്യങ്ങൾ അറിയാം പക്ഷേ അവർക്ക് അത് വേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ ഒരു കമന്റ് കണ്ടു. അപ്പൊ അവരോട്, അങ്ങനെ തോന്നുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് വേസ്റ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കാണണ്ട. പക്ഷേ ഒരു സത്യം പറയാം, ഇതേപോലത്തുള്ള മെത്തേഡ്സ് ഉപയോഗിച്ച് ഇതേപോലത്തുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് പോവാതെ നിങ്ങൾക്ക് ഒരിക്കലും ജോലി കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ജോലി കിട്ടുന്ന ഒരാളുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എത്രത്തോളം വലുതാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഉള്ളവർക്ക്, അങ്ങനെ തോന്നുന്നവർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഉപേക്ഷിച്ച് പോകാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് SSC GD 2022 എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പൊ അതിൽ ഒരു 17 ക്ലാസ് മാത്സിന്റെ ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് SSC എന്താണെന്നോ അതിന്റെ SSCയുടെ മാത്സിന്റെ ലെവലും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ദയവായിട്ട് കണ്ടിട്ട് വീണ്ടും ഈ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് കാണാം ഒരുപാട് പേര് നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് പേര് അങ്ങനെ ഉണ്ടാവും, എനിക്കറിയാം. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ അതനുസരിച്ച് ക്ലാസ്സിൽ പോവാം. യൂസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, മാക്സിമം അത് പഠിച്ചു പോവാം. ഓക്കെ, ഇത് ഓൺലൈൻ ആപ്ലിക്കേഷന്റെ ഡീറ്റെയിൽസ് ആണ്. എല്ലാ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും എല്ലാം അവൈലബിൾ ആണ്. CGLന്റെ ക്ലാസിന്റെ ഒക്കെ ഡെമോ നിങ്ങൾക്ക് എടുത്ത് കണ്ടു നോക്കാവുന്നതാണ്. ഇഷ്ടപ്പെട്ട താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അങ്ങനെ പഠിക്കാവുന്നതാണ്. വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങളുടെ പ്രിപ്പറേഷനിൽ. ഇപ്പൊ CGLന്റെ ബാച്ചിന്റെ കൂടെ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ബാച്ചും, അത് ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ബാച്ചും ഫുള്ള് കിട്ടും. അപ്പം CGL എക്സാമിന് വേണ്ടി അതും ഈ ഒരു CGLന്റെ ബാച്ചും പിന്നെ യൂട്യൂബിലെ ക്ലാസ് കൂടെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ വേറെ എവിടെയും പോകേണ്ട, 100 ഫുൾ മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അതുപോലെ ബാക്കി റെയിൽവേ എക്സാംസിന് വേണ്ടിയുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. ഇത് ഓഫ്ലൈൻ ക്ലാസിന്റെ ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നമ്മുടെ പൈപ്പാൺ സിസ്റ്റം എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ പൈപ്പാൺ സിസ്റ്റത്തിന്റെ ക്ലാസ് SSC GD 2022 പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. SSC GD 2022 എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ പൈപ്പാൺ സിസ്റ്റത്തിന്റെ ക്ലാസ് കിടപ്പുണ്ട്. അപ്പൊ അത് കാണുക. ബേസ് ഇല്ലാത്തവർ, അറിയാത്തവർ അത് കാണുക, അങ്ങനെ പഠിക്കും. അപ്പൊ ഈ ക്വസ്റ്റ്യനകത്ത് കുറച്ച് കാര്യം എഴുതാറുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണ്, റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻ. ഇപ്പൊ എന്ത് ചെയ്യും, ചുമ്മാ പറഞ്ഞ പോലെ ഇതിന്റെ കൺസെപ്റ്റും എല്ലാം പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, പഠിച്ചു പോകുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ആയിരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത്. ഓക്കെ, A and B can fill a tank in 20 hours and 12 hours ബാക്കി റെസ്പെക്റ്റീവ്ലി. ഓക്കെ, ഇവിടെ പൈപ്പാൺ സിസ്റ്റം ആണ്. ടൈം വർക്കിന്റെ അതേ കൺസെപ്റ്റുകൾ തന്നെയാണ് ഇവിടെ. എന്ത് വരും, ആൾക്കാർക്ക് പകരം ഇവിടെ പൈപ്പുകളാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവരുടെ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ടാങ്ക് ഫില്ല് ചെയ്യുന്നതും അതിൽ നിന്നും empty ആക്കുന്നതും. അപ്പൊ അതൊക്കെ ബേസിക് ക്ലാസ്സിലുണ്ട്. അതിന്റെ ഇത് ക്ലാസിന്റെ ലിങ്ക് ഞാൻ കമന്റിൽ കൊടുത്തേക്കാം, ആ പൈപ്പാൺ സിസ്റ്റത്തിന്റെ ക്ലാസ്. ഓക്കെ, റെസ്പെക്റ്റീവ്ലി. ബട്ട് C can empty, ഇപ്പോൾ ടൈം വർക്ക് കണ്ടിട്ട് എന്ത് ചെയ്യുക, അത് കാണുന്നത്. അപ്പോൾ Aയും Bയും fill a tank in 20 hours 12 hours respectively, but C can empty it in 10 hours. All the 3 pipes are open together. Then find in how much time the tank will be totally fill അല്ലെങ്കിൽ ടോട്ടൽ മൊത്തത്തിൽ ഫിൽ ആവുന്നത്. അപ്പൊ ഇത് പൈപ്പാൺ സിസ്റ്റത്തിലെ ഏറ്റവും ബേസിക് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നത്, നിങ്ങൾ ആ ക്ലാസ്സുകൾ നന്നായിട്ട് കണ്ട് മനസ്സിലാക്കുക. എല്ലാ ക്ലാസ്സും ഒരേ കാര്യം തന്നെ ബേസിക് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു പ്രീവിയസ് ലിങ്കുകൾ, അതുകൊണ്ടാണ് യൂട്യൂബിന്റെ ഒരു ഇമ്പോർട്ടൻസ്. നേരത്തെയുള്ള ക്ലാസ്സുകൾ അവിടെ തന്നെ കിടക്കും, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും അത് കാണും. ഓക്കെ, അങ്ങനെ ആയിരിക്കണം പഠിക്കേണ്ടത്. അതായിരിക്കണം ഒരു ചാനൽ, നിങ്ങൾക്ക് ഒരു അധ്യാപന നിലയിൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അതാണ്. എനിക്ക് അല്ലെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാം, ബേസിക് ആയിട്ട് വന്നത് പഠിപ്പിക്കാം. പക്ഷെ അതിനേക്കാളും എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാകുന്ന ഇങ്ങനത്തുള്ള ക്ലാസ്സുകളായിരിക്കും, ഇങ്ങനത്തുള്ള വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യും, ഇമ്പ്രൂവ് ആവും. പിന്നെ മെത്തേഡ്സ് എല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ A എന്ന് പറയുന്ന ടാങ്ക് പൈപ്പ്, B എന്ന് പറയുന്ന പൈപ്പ്, C എന്ന് പറയുന്ന എന്താണ്, എംപ്റ്റിങ് പൈപ്പാണ്. A എന്ത് ചെയ്യും, 20 മണിക്കൂർ കൊണ്ടാണ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇത്രയും എഴുതാം, 20 മണിക്കൂർ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഫില്ല് ചെയ്യുന്നത്. B 12 മണിക്കൂർ കൊണ്ടാണ് ഫില്ല് ചെയ്യുന്നത്. C എന്താണ്, empty ആണ്. എത്ര സമയം കൊണ്ട്, 10 മണിക്കൂറിൽ എന്ത് ചെയ്യും, empty ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ടോട്ടൽ ടാങ്കിന്റെ കപ്പാസിറ്റിയെ ഇതിന്റെ LCM ആയിട്ട് എടുക്കുക. LCMന്റെ ക്ലാസ്സുകൾ നിങ്ങൾ സെർച്ച് ചെയ്താൽ ജസ്റ്റ് LCM മലയാളം, LCM SSC ഇൻ മലയാളം എന്ന് സെർച്ച് ചെയ്താൽ അതിനകത്ത് നല്ല വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റാവുന്നതാണ്. ഓക്കെ,
അപ്പൊ 20, 12, 10 ഓക്കെ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. 20, 12, 10 LCM എടുക്കുക. 20, 12 LCM നമുക്ക് എന്ത് കിട്ടും? 60 എടുക്കാം. 60 എടുക്കുമ്പോൾ ഫസ്റ്റിന്റെ എഫിഷ്യൻസി എത്ര വരും? 60/20 3 കിട്ടും. എഫിഷ്യൻസി എന്താണെന്നൊക്കെ ടൈം ആൻഡ് വർക്കിന്റെ ക്ലാസ്സുകളിൽ ഈ ചാനലിൽ തന്നെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 3 കിട്ടും. മറ്റേതിന്റെ 60/15 5 യൂണിറ്റ് എന്ത് ചെയ്യും? 3 യൂണിറ്റ് പെർ മണിക്കൂറിൽ ഇത് നിറയ്ക്കും. ഇത് 5 യൂണിറ്റ് പെർ മണിക്കൂറിൽ നിറയ്ക്കും. അതുപോലെ MT എന്താണ്? 60/-10. 60/-10 എന്ന് പറയുമ്പോൾ ഒരു മണിക്കൂറിൽ 60/10 എന്ന് പറയുമ്പോൾ 6 -6 വെച്ച് എന്ത് ചെയ്യും? MT. അപ്പൊ നമ്മളത് പറയുന്നത് ടോട്ടൽ കപ്പാസിറ്റി 60 എടുത്താൽ ഇവരുടെ എഫിഷ്യൻസി ഒരു മണിക്കൂറിൽ ഇവര് ചെയ്യുന്ന വർക്കാണ്. എയും ബിയും ഫില്ല് ചെയ്യും, സി എന്ത് ചെയ്യും? MT. അപ്പൊ ഇവര് 3 പേരുടെ ടുഗദർ ക്വസ്റ്റ്യൻ അതല്ലേ ചോദിച്ചിരിക്കുന്നത്? ഇഫ് ഓൾ ദ 3 പൈപ്സ് ആർ ഓപ്പൺ ടുഗദർ. ടുഗദർ ഓപ്പൺ ചെയ്താൽ അവരുടെ എഫിഷ്യൻസി, അതായത് ഒരു യൂണിറ്റ് ഒരു മണിക്കൂറിൽ അവർ ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പൊ അത് എത്ര വരും? 3, 5, 8 8 - 6 8 ഇവിടെ 8 ഉണ്ട് -6, അതായത് 2 + 2 എന്ന് വരും. ഇതിന്റെ അർത്ഥം എന്താ? ഇത് 3 പേരോട് ഉണ്ടായതുകൊണ്ട് ഓവറോൾ ഒരു മണിക്കൂറിൽ 2 യൂണിറ്റ് പെർ അവർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ആ ടാങ്ക് നിറയുന്നത്. ഇതാണ് അതിന്റെ അർത്ഥം. അങ്ങനെ എത്ര സമയം എടുക്കും ഈ 60 യൂണിറ്റ് ടോട്ടൽ ഉള്ള ഒരു ടാങ്ക് ഫില്ലാണ്? അതായത് ഒരു മണിക്കൂറിൽ 2 യൂണിറ്റ് വെച്ച് എത്ര സമയം കൊണ്ട് 60 യൂണിറ്റ് ഫില്ലാവും? അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ വർക്ക് 60 യൂണിറ്റ് ആണ് ടോട്ടൽ വർക്ക്, അല്ലെങ്കിൽ ടോട്ടൽ നിറയ്ക്കേണ്ടത് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. 60/2 30 മണിക്കൂറിൽ എന്ത് ചെയ്യും? ഈ ഒരു 3 പൈപ്പുകളിലൂടെ ശ്രമിച്ചാൽ ഈ ഒരു ടാങ്ക്, ഒരു വേക്കന്റ് ആയിട്ടുള്ള ടാങ്കിൽ എന്ത് ചെയ്യും? ഫില്ലാവും. അപ്പൊ ഇനി നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇനി വരുമ്പോൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഈ ചെയ്യുന്നത് ആരാണ്? ആദ്യമായിട്ട് പഠിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ കൺസെപ്റ്റ് അറിയാൻ വേണ്ടി പഠിക്കുന്ന ഒരാൾ. ഇനി ഈ ക്വസ്റ്റ്യൻ എക്സാമിന് ചെയ്യേണ്ടത്. അതാണ് റാങ്ക് മേക്കിംഗ് സീരീസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് റാങ്ക് വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെയല്ല എഴുതേണ്ടത്. റാങ്ക് വേണമെങ്കിൽ, റാങ്ക് ലിസ്റ്റിൽ ടോപ്പായിട്ട് വരണമെങ്കിൽ, കട്ട് ഓഫ് ക്ലിയർ ആവണമെങ്കിൽ, ജോലി കിട്ടണമെങ്കിൽ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞാൽ 20, 12, 10 ഇത് നിങ്ങൾ ഇങ്ങനെ എഴുതിയില്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ കിട്ടും. ഡെയിലി മാത്സിന്റെ എക്സസൈസ് ചെയ്യുക, സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് എന്ന് സെർച്ച് ചെയ്യുക, അത് ഡെയിലി എഴുതുക. എങ്കിലേ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ചേഞ്ച് ഉണ്ടാവും. അല്ല നിങ്ങൾക്ക് എനിക്ക് കാര്യങ്ങൾ അറിയാം, ഞാനത് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയുകയാണെന്ന് പറഞ്ഞ് ഇരുന്നാൽ അവിടെ ഇരിക്കത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവത്തില്ല. അപ്പൊ നമ്മുടെ ക്ലാസ്സുകളുടെ ക്വാളിറ്റി നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അത് നിങ്ങൾ എഫേർട്ട് ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇത് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ 20, 12, 10 LCM എടുക്കുക. 60 ഫസ്റ്റിന്റെ എഫിഷ്യൻസി നമുക്ക് എഴുതാം. അത് വേണമെങ്കിൽ എഴുതാം. 60 ഇത് 23 ഇത് 5 വരും, ഇത് -6 വരും. 3 ചെല്ലുമ്പോൾ -2 ആണ്, അല്ല 2 ആണ്. ടോട്ടൽ 60 ആണ്. 60/2 30. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കാര്യം ഇത്ര എഴുതിയും ചെയ്യാം, ഇത്ര എഴുതിയും ചെയ്യാം. എങ്ങനെ എഴുതി ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. അത് ഒരുപാട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ ഇതാണ് ഈ റാങ്ക് മേക്കിംഗ് സീരീസിൽ നമ്മൾ ഇതേപോലെ എല്ലാ ടോപ്പിക്കും എന്ത് ചെയ്യും? നിങ്ങൾക്ക് വേണ്ടി എല്ലാ ടോപ്പിക്കും ഞാൻ ചെയ്യുന്നതായിരിക്കും. എല്ലാ ടോപ്പിക്കും ഇതുവരെ നമ്മൾ 2 ടോപ്പിക്ക് ചെയ്തു. നമ്മൾ 3ാമത്തെ ടോപ്പിക്കാണ്. ബാക്കി മിക്സഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. ഓരോ ക്വസ്റ്റ്യനും നോട്ട് എഴുതി പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. ഓക്കെ, A and B can fill a tank in 9 hours, 12 hours respectively, but C can empty 18 hours. Pipe ABC starts at 3 PM, 4 PM and 5 PM respectively. നമ്മൾ ഓരോ ടൈപ്പിലെ പൈപ്പ് ആൻഡ് സിസ്റ്റത്തിലെ ഒരു പ്രാക്ടീസ് ബാച്ച് പോലാണ്. അതിലെ കൺസെപ്റ്റ് അറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഡിഫറെന്റ് ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം? ചെയ്യും. പൈപ്പ് ചെയ്യാൻ റെസ്പെക്റ്റീവ്ലി അറ്റ് വാട്ട് ടൈം. അപ്പൊ നമ്മൾ ബേസിക് ക്ലാസ്സുകളിൽ അതിന്റെ ഒരു 3 ടൈപ്പ് ചെയ്യും. നമ്മളിപ്പോൾ ചെയ്തതിന്റെ 3 ടൈപ്പ് ചെയ്യും ബേസിക് ക്ലാസ്, നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ. ഓക്കെ, ഇവിടെ നോക്ക്. ഓക്കെ, അറ്റ് വാട്ട് ടൈം ദ ടാങ്ക് വിൽ ബി ഫിൽ. അപ്പൊ ഇവിടെ പറയുന്നത് ഒരു എഫിഷ്യൻസി തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. എത്ര? 9 hours, 12 hours, സി എത്രയാണ്? 18 hours, MT ആണ്. അപ്പൊ ഇവിടെ ടോട്ടൽ LCM എത്ര എടുക്കാം? 9ന്റെയും 12ന്റെയും 18 LCM വേണം. 9 ഓൾറെഡി 18 പോവും. 12ന്റെയും 18ന്റെയും എത്രയാണ്? 36 LCM എടുത്താൽ ഇത് ABC ആണ്. എന്ത് ചെയ്യാം? ഇത് 4, ഇത് 3, ഇത് -2 മൈനസ് ആണ്, MT ആണ്. അപ്പോ ഇവിടെ എന്താ പറയുന്നത്? എയും ബിയും സിയും സ്റ്റാർട്ട് അറ്റ് 3 PM, 4 PM, 5 PM റെസ്പെക്റ്റീവ്ലി എപ്പോഴാണ് ടാങ്ക് ഫിൽ ആവുന്നത്? അതായത് ഇപ്പം MT ആയിട്ടിരിക്കുമെന്ന് വെച്ചു, MT ആയിട്ടിരിക്കണം, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ 3 മണി തൊട്ട് 4 മണി വരെ ആരേ ഉള്ളൂ? A മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ടോട്ടൽ നടക്കേണ്ട എത്രയാണ്? 36 യൂണിറ്റ് ആണ്. അതിൽ 3 മണി മുതൽ 4 മണി വരെ ഉള്ള A എത്ര നിറയ്ക്കും? 4 യൂണിറ്റ് നിറയ്ക്കും. ഇനി 4 മണി തൊട്ട് 5 മണി വരെ ആരുണ്ട്? 4 മണി തൊട്ട് 5 മണി വരെ ആരുള്ള? അടുത്തൊരു മണിക്കൂറിൽ എയും ഉണ്ട് ബിയും ഉണ്ട്. A ആൻഡ് ബി ഉണ്ട്. A ഓൾറെഡി തുറന്നു വെച്ചേക്കോ. എയും ബിയും കൂടെ എത്രയാണ് എഫിഷ്യൻസി? ഒരു മണിക്കൂറിൽ 4, 3, 7 യൂണിറ്റ് എന്ത് ചെയ്യും? അവർ ചെയ്യും. ഇനി അടുത്ത 5 മണി കഴിയുമ്പോഴാണ്, ഇപ്പൊ എത്രയായി? 5 PM ആയി. 5 മണി കഴിയുമ്പോഴാണ് ആരോട് വരുന്നത്? നമ്മുടെ ലീക്കേജോട് വരുന്നത്. അപ്പൊ ലീക്കേജോട് വരുമ്പോൾ എന്താവും? ടോട്ടൽ അവരും എത്ര ആവും അവരുടെ എഫിഷ്യൻസി? അപ്പോൾ 4, 3, 7, -2, 7 - 2 5 വെച്ചാവും എന്ത് ചെയ്യുന്നത്? അവരിനി ഒരു മണിക്കൂറിൽ നിറയ്ക്കുന്നത് 5 വെച്ചാൽ. അപ്പൊ അങ്ങനെ ബാക്കി എത്ര ഉണ്ട് നമുക്ക്? 4, 7, 11 കഴിഞ്ഞു. 4, 7, 11 കഴിഞ്ഞു. ബാക്കി എത്ര ഉണ്ട്? ടോട്ടൽ 36 ആണ്. 36 11 കുറച്ചാൽ ബാക്കി എത്രയാണ് വരുന്നത്? 36 26 25 25 വരുന്നത്. ആ 25 യൂണിറ്റ് നിറയ്ക്കാൻ വേണ്ടി ഇവരുടെ എഫിഷ്യൻസി എത്രയാണ്? ഒരു മണിക്കൂറിൽ ഇവർ 5 വെച്ച് ചെയ്യും. അങ്ങനെ എത്ര മണിക്കൂർ എടുക്കും? 25 ഡിവൈഡഡ് ബൈ അവരുടെ എഫിഷ്യൻസി. ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി, അതാണ് നമുക്ക് ടൈം എന്ന് പറയുന്നത്. അതായത് ഒരു മണിക്കൂറിൽ അവർ 5 യൂണിറ്റ് വെച്ച് നിറയ്ക്കും. അങ്ങനെ 25 യൂണിറ്റ് എടുക്കാൻ എത്ര സമയം എടുക്കും?
25/5 എത്ര വരും? 5 മണിക്കൂർ എന്ന് വരും. അതായത് 5 PM, വൈകിട്ട് 5 PM കഴിഞ്ഞ് അതിന്റെ കൂടെ 5 മണിക്കൂർ കൂടെ ആകുമ്പോൾ എന്ത് ചെയ്യും? ആ ടാങ്ക് ഫില്ലാവും. 5 PM കൂടെ 5 മണിക്കൂർ കൂടുമ്പോൾ എത്ര ആവും? 10 PM. ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ കിട്ടും. അതായത് 10 മണിക്ക്, രാത്രി 10 മണിക്ക് എന്താവും? ആ ടാങ്ക് ഫില്ലാവും. ഇനി ഇതെങ്ങനെ നിങ്ങൾ എക്സാമിന് ചെയ്യേണ്ടത്? ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ 9, 12, 18 നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? LCM ഡയറക്റ്റ് 36 എന്നറിയാം. മറ്റേതിന്റെ 4 എഴുതാം, ഇതിന്റെ എഫിഷ്യൻസി 3 എഴുതാം, ഇതിന്റെ -2 എഴുതാം. 4 മുതൽ ബാക്കി കൺസെപ്റ്റ് എല്ലാം സെയിം. 3 മുതൽ 4 വരെ 4 കഴിഞ്ഞു, 4 മുതൽ 5 വരെ 7 കഴിഞ്ഞു, ടോട്ടൽ 11 കഴിഞ്ഞു. ബാക്കി 25 ഉണ്ട്. 5 മണിയായി. പിന്നെ ടോട്ടൽ എത്ര? 4, 3, 7 -2 സിയും കൂടെ വരും. 5 വെച്ച് 25/5 5 മണിക്കൂർ. 5 PM 5 മണിക്കൂർ കൂട്ടി എത്രയാണ്? 10 PM. ഇത്രയും എഴുതി എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ ഇങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആദ്യമേ ഇത് ഒട്ടും അറിയാത്തവർ എന്ത് ചെയ്യുക? ഇങ്ങനെ പഠിച്ചിട്ട് ചെയ്യുക. ഒരു വട്ടം ഇത് എഴുതി നോക്കുക. അടുത്ത വട്ടം നിങ്ങൾക്ക് ഈ ക്ലാസ് നോട്ട് ഞാൻ തരുമല്ലോ. ക്ലാസ് നോട്ട് നിങ്ങളുടെ നമ്മുടെ ദിശ ടെലിഗ്രാം ചാനലിൽ തരുന്നതായിരിക്കും. ഇതുവരെയുള്ള ക്ലാസ്സുകളുടെ ക്ലാസ് നോട്ടും ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക? അതുകൂടെ വെച്ചിട്ട് ക്ലാസ് നോട്ട് എടുത്തിട്ട് ഞാൻ ഈ രണ്ടാമത് ചെയ്ത മെത്തേഡ്, നമ്മുടെ എക്സാം മെത്തേഡ് എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പെൻ ഫ്രീ മെത്തേഡ്. അത് നിങ്ങൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത് റാങ്ക് മേക്കിംഗ് സീരീസ് എന്ന് പറയുന്ന ഈ ഒരു സീരീസ് കൊണ്ട് അർത്ഥം ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, ബാക്കിയുള്ളത് എല്ലാവരും ചെയ്യുന്നതാണ്. ഓക്കെ, നോക്ക് അടുത്ത ദിവസം. A and B can fill a tank in 10 hours and 15 hours respectively. But C can empty it in 12 hours respectively. Okay, 12 hours മതി. ഓക്കെ, empty ആണ്. Pipe A, B, C start at 1 PM, 2 PM and 3 PM respectively. At what time tank will be totally filled? ഇത് നേരത്തെ പോലെ സെയിം ക്വസ്റ്റൻ ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? ഇനി ഞാൻ എഴുതുന്നില്ല, ഓരോ ABC എഴുതുന്നില്ല. 10, 15, 12 LCM എത്രയാണ്? 60 ആണ്. അപ്പൊ 60 ആണ് ഇവിടുത്തെ ടോട്ടൽ കപ്പാസിറ്റി. ഫസ്റ്റിന്റെ എഫിഷ്യൻസി 6, രണ്ടാമത്തെ എഫിഷ്യൻസി 4. സി empty ആണ്, അതുകൊണ്ട് 60 -12 -5. ABC സ്റ്റാർട്ട് 1 PM to 2 PM ആരാ ഉള്ളത്? നമ്മുടെ A ഉള്ളത്. 6 യൂണിറ്റ് കഴിഞ്ഞു. 2 PM to 3 PM ആരാ ഉള്ളത്? Aയും Bയും ഉണ്ട്. Bയും കൂടെ വന്നു. അപ്പം 6 എന്നാലും 10 യൂണിറ്റ് ചെയ്യും ആ ഒരു മണിക്കൂറിൽ. ഇപ്പൊ 2 മണിക്കൂർ, 3 മണി ആകുമ്പോഴത്തേക്ക് എത്രയായി? ഇവിടെ ഒരു 6ഉം പിന്നെ 10, 16 ഓൾറെഡി കഴിഞ്ഞു. 16 കഴിഞ്ഞു. ബാക്കി എത്ര ഉണ്ട്? നമുക്ക് 44 യൂണിറ്റ് ഉണ്ട്. ഈ 44 യൂണിറ്റ് ആരൊക്കെയാ ചെയ്യുന്നത്? Aയും Bയും Cയും ആണ്. എഫിഷ്യൻസി എത്ര വരും? 10 - 5. 10 - 5 എന്ന് പറയുമ്പോൾ 5. ഇവരുടെ എഫിഷ്യൻസി, ടോട്ടൽ എഫിഷ്യൻസി 5 ആണ്. എത്ര സമയം എടുക്കും ഇവർക്ക്? ടോട്ടൽ 44 യൂണിറ്റ് വർക്കുണ്ട്. അത് 1 മണിക്കൂറിൽ 5 യൂണിറ്റ് വെച്ച് 44/5 എന്ന് പറഞ്ഞാൽ 8 മണിക്കൂറും ബാക്കി 4/5 മിനിറ്റ്. 4/5 മണിക്കൂർ. 8 മണിക്കൂർ നമുക്ക് എന്താണ്? എല്ലാം മണിക്കൂറിലാണ്, മിനിറ്റിലാണ്. 4/5 4/5 മണിക്കൂർ. 4/5 മണിക്കൂറിനെ മിനിറ്റ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 60 കൊണ്ട് ഗുണിക്കണം. 4/5 × 60 ചെയ്യുമ്പോൾ ഇതൊക്കെ മനസ്സിൽ ചെയ്യാൻ നിങ്ങൾക്ക് 12 4 48 മിനിറ്റ്. അപ്പൊ എന്ത് ചെയ്യാം? ഇവിടെ 3 മണി കഴിഞ്ഞ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3 മണി കഴിഞ്ഞിട്ട് എത്ര? 3 മണി കഴിഞ്ഞിട്ട് 8 മണിക്കൂറും 48 മിനിറ്റ്. 48 മിനിറ്റ് വരുന്ന ഓപ്ഷൻ ഏതേ ഉള്ളൂ? ഓപ്ഷൻ ഡി ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം? അവിടെ നിന്ന് ചെയ്യാം. നിങ്ങൾ 8 മണിക്കൂർ ഒന്ന് കൂട്ടണ്ട. വൈകിട്ട് 3 മണിയുടെ കൂടെ 8 മണിക്കൂർ കൂട്ടുമ്പോൾ എന്താവും? 11 മണിയാവും. രാത്രി 11 PM പിന്നെ 48 മിനിറ്റ്. അതായത് 11:48 PM. അപ്പൊ എത്ര സ്പീഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റൻ എത്ര സ്പീഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അത്ര സ്പീഡിൽ ചെയ്യും. ഇതൊക്കെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വേഗത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ബാക്കി വേഗത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഓരോ ക്വസ്റ്റിനും ഇപ്പൊ ഇങ്ങനെ നമ്മൾ ഒരുപാട് ചാപ്റ്റേഴ്സ് ചെയ്യും. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ്. എന്ന് വരെ നമുക്ക് എക്സാം ഉണ്ട് അന്ന് വരെ എന്ത് ചെയ്യും? നമ്മൾ ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്യും. വീക്കിൽ ഒരു 4 ക്ലാസ് മിനിമം നിങ്ങൾക്ക് എന്ത് ചെയ്യും? തന്നിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നന്നായിട്ട് എല്ലാവരും പഠിക്കുക. ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് എന്ത് ചെയ്യുക? ഇതിന്റെ ഗുണം നിങ്ങൾ എല്ലാവരും എടുക്കും. ഓക്കെ, ഇത് കാണാതെ പോകരുത്. ഇത്ര നല്ല ക്ലാസ്സുകളൊന്നും ഒരിക്കലും കാണാതെ വേസ്റ്റ് ആയി പോകരുത്. ഓക്കെ, A and B can fill a tank in 12 hours, 15 hours respectively. C can empty it in 5 hours. Okay, respectively വേണ്ട. A, B, C start at the same type ആണ്. At what time tank will be empty. Empty എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്തുകൊണ്ടാണ് അവർ empty എന്ന് പറഞ്ഞത്? ഓവറോൾ എടുക്കുമ്പോൾ എന്തായിരിക്കും? എന്തിൻ്റെതായിരിക്കും കൂടുതൽ? അതായത് empty ആക്കുന്ന ആ പൈപ്പിന്റെ എഫിഷ്യൻസി ആയിരിക്കും കൂടുതൽ. കാര്യം നമുക്ക് 5 hours ഇതിന്റെ എഫിഷ്യൻസി കൂടുതൽ. 5 മണിക്കൂർ കൊണ്ട് അത് ഫുൾ ആയിട്ട് തീർക്കും. അതിന്റെ അർത്ഥം അവൻ കുറച്ച് 1 മണിക്കൂറിൽ കൂടുതൽ എന്ത് ചെയ്യും? വെള്ളത്തെ പുറത്തോട്ട് കളയും. അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ നമുക്ക് A, B, C 12, 15, 5 ആണ്. LCM എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 ആണ്. ഫസ്റ്റ് ഉള്ള എഫിഷ്യൻസി എത്ര വരും? ഞാൻ മറ്റേ എഴുതുന്നില്ല. 60/12 5 കിട്ടും. മറ്റേത് 60/5 4 കിട്ടും. എംറ്റിങ്ങിന്റെ എത്ര? 60/5 12 യൂണിറ്റ് വെച്ച് എന്ത് ചെയ്യും? ഇവൻ കളയും. അപ്പൊ പൈപ്പ് എയും ബിയും സ്റ്റാർട്ട് അറ്റ് 2 PM. അപ്പൊ ഫില്ലായിട്ട് കിടക്കുമല്ല. നമ്മുടെ കയ്യിൽ വെള്ളമില്ലാതെ എം ടി ആയിട്ട് എടുക്കും. A 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ 2 മണി മുതൽ 3 മണി വരെ ആരാ ചെയ്യുന്നത്? A ആണുള്ളത്. റെസ്പെക്റ്റീവിലാണ്. A എത്ര? 5 യൂണിറ്റ് എന്ത് ചെയ്തു? ഫില്ല് ചെയ്ത് വെച്ചു. 60 യൂണിറ്റ് കപ്പാസിറ്റി ഉള്ള ടാങ്ക് ആണ്. 5 യൂണിറ്റ് ഫില്ല് ചെയ്ത് വെച്ചു. ഇനി 3 മണി മുതൽ 4 മണി വരെ ആരാ ചെയ്യുന്നത്? 3 മണി മുതൽ 4 മണി വരെ ബിയും കൂടെ വന്നു. എയും ബിയും കൂടെ എത്രയാണ്? 9 ആണ് അവരുടെ എഫിഷ്യൻസി. അടുത്ത സമയത്ത് എന്ത് ചെയ്യും? 9 ആയി. അതായത് 14 യൂണിറ്റ്. ഈ ക്വസ്റ്റ്യൻ കുറച്ച് ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നേരത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, 60 യൂണിറ്റ് ടോട്ടൽ ഉണ്ടായിരുന്നു, ഇത്രയുമായി.
ബാക്കി ഫില്ലാവാൻ വേണ്ടിയായിരുന്നു, അങ്ങോട്ട് ഫില്ലാവാൻ വേണ്ടിയായിരുന്നു. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ നമുക്ക് 60 എന്തായിട്ടില്ല, ഫില്ലായിട്ടില്ല. ഓൾറെഡി ഫില്ലായോ ഇല്ലെന്നും തന്നിട്ടില്ല, എം ടി ആയിട്ടുള്ള വേറെ ഒന്നും തന്നിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ടാങ്കിൽ വെള്ളമൊന്നും ഇല്ലെന്നാണ് അർത്ഥം. അപ്പോൾ 2 മണിക്കൂറിൽ, അതായത് 2 മണി മുതൽ ഇപ്പൊ 4 മണി ആയപ്പോഴത്തേക്ക് എന്തായി? 5 9 14 യൂണിറ്റ് വെള്ളം, അതായത് ടോട്ടൽ 60 ഉള്ളതിൽ 14 യൂണിറ്റ് വെള്ളം എന്തായി? ഈ ടാങ്കിലായി. ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ. ഓക്കെ, 14 യൂണിറ്റ് വെള്ളം ഓൾറെഡി ഇതിനകത്തുണ്ട്. അപ്പൊ ഈ 14 യൂണിറ്റ് വെള്ളം ഇനി അടുത്ത ഇത് എത്ര മണിയായി? 4 മണിയായി, 4 PM. ഇനി വരുന്ന ആരാണ്? ഇനിയാണ് നമ്മുടെ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുന്നത്? ലീക്കേജ് ഉള്ള ആ ഒരു ലീക്ക് വരുന്നത്. ആ ലീക്കിന്റെ എഫിഷ്യൻസി എത്ര? -15. അപ്പൊ ലീക്ക് കൂടെ വരുമ്പോൾ ഓവറോൾ എന്താവും ഇവരുടെ എഫിഷ്യൻസി? 5 4 9 9 -12, അതായത് -3. ഈ -3ന്റെ അർത്ഥം എന്താ? കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ പ്ലസ് ആയിരുന്നു വന്നത്. അതിന്റെ അർത്ഥം എന്താ? അത് ഫില്ല് ചെയ്യുമായിരുന്നു. പ്ലസ് വന്നാൽ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുമെന്ന് അർത്ഥം. ഇവിടെ മൈനസ് വന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഓവറോൾ ഇവർ 3 പേരുടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് -3 യൂണിറ്റ് വെച്ച് എന്ത് ചെയ്യാണ്? കുറയുവാണ്, ലീക്കായി പോവാണ്. അപ്പൊ ഇവിടെ ഇനി ഇത് എം ടി ആവാൻ വേണ്ടി 14 യൂണിറ്റ് എം ടി ആവാൻ വേണ്ടി എത്ര സമയം എടുക്കും? 14 യൂണിറ്റ് ആണുള്ളത്, 1 മണിക്കൂറിൽ 3 വെച്ച് അങ്ങനെ ബൈ 3. അതായത് ഇവിടെ നിന്നാണ് എം ടി ആവണം, അതുകൊണ്ട് മൈനസ് 14/3 എന്ന് പറയുമ്പോൾ 4 മണിക്കൂറും 3 മണിക്കൂറാണ് കേട്ടോ. 4 മണിക്കൂറും ബാക്കി 2/3 മണിക്കൂർ. 2/3 എന്ത് ചെയ്യണം? മിനിറ്റ് ആക്കാൻ വേണ്ടി 60 കൊണ്ട് ഗുണിക്കണം. അപ്പൊ എത്ര വരും? 20 22. 2/3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 40 മിനിറ്റ്. 1/3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 20 മിനിറ്റ്. 3/3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. 40 മിനിറ്റ്. അതായത് 4 മണിക്കൂർ 40 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഇത് എം ടി ആവും. അതല്ലാതെ ഫില്ല് ആവുമല്ല. ഇത്രയും സാധനം എന്ത് ചെയ്യാണ്? എം ടി ആയി പോയാൽ മതി, അല്ലാതെ ഫില്ല് ആവത്തില്ല ഒരിക്കലും. കാര്യം എഫിഷ്യൻസി എന്താണ്? നെഗറ്റീവിലാണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? 4 മണി കഴിഞ്ഞിട്ട് 4 മണിക്കൂറും 4 മണി കഴിഞ്ഞിട്ട് 4 മണിക്കൂറും 40 മിനിറ്റും. 40 വരുന്ന ഓപ്ഷൻ ഇതേ ഉള്ളൂ, 40 മിനിറ്റ് വരുന്നത്. ചിലപ്പോൾ ഇവിടെ 10 40 എന്നാൽ ഇത് എന്ത് ചെയ്യേണ്ടി വരും? കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരും. അപ്പൊ 4 മണിക്കൂർ 40 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 4 മണി കഴിഞ്ഞിട്ട് 8 മണി 40 മിനിറ്റ്. ഓപ്ഷൻ സി. ഒരേ ടൈപ്പ് ക്വസ്റ്റൻ ആണെങ്കിലും ഇതിനകത്ത് ആ ഒരു കൺസെപ്റ്റിൽ എന്തുണ്ട്? കൺസെപ്റ്റ് അല്ല, ആ ഒരു ഫില്ല് ആവുന്നത്. മറ്റേത് ഫില്ല് ആവുമായിരുന്നു, ഇവിടെ എന്ത് ചെയ്യും? ആ ഉള്ള വെള്ളത്തെ എന്ത് ചെയ്യാണ്? 14 യൂണിറ്റ് ഇരിക്കുന്ന വെള്ളത്തെ എന്ത് ചെയ്യാണ്? കളയും. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ. എയും ബിയും can fill a tank in 12 മണിക്കൂർ 8 മണിക്കൂർ respectively, but C can empty it in 3 hours. Pipe ABC start at 1 PM 2 PM 4 PM respectively. What time tank will be empty? Okay, 12 മണിക്കൂർ 8 മണിക്കൂർ, C can empty in 3 hours. ഓക്കെ, ഇത് എന്താണ്? സെയിം ടൈപ്പ്. ഇവിടെ എന്താണ്? ഇവിടെ എന്താണ്? എംറ്റിങ്ങിന്റെ എഫിഷ്യൻസി കൂടുതലാണ്. അപ്പം A B C 12 8 3 നമുക്ക് LCM എത്ര എടുക്കാൻ പറ്റും? 24 അല്ലെ 24 LCM എടുക്കുമ്പോൾ 10ന്റെ എഫിഷ്യൻസി 2, മറ്റേന്റെ 3, മറ്റേ എത്ര വരും? 27/3 ആണ്. 3 മണിക്കൂർ കൊണ്ടാണ് എത്ര വരും? -8 വരും. -8 ആണ് അവിടുത്തെ അവന്റെ മൂന്നാമത്തെ എഫിഷ്യൻസി. അപ്പോൾ 1 മണി മുതൽ 2 മണി വരെ ആരുണ്ട്? നമ്മുടെ A ഉണ്ട്. 2 യൂണിറ്റ് കഴിഞ്ഞു. 2 to 4 4 മണിയാണ്, 3 മണിയല്ലേ? 2 to 4. അപ്പൊ ഫസ്റ്റ് മണിക്കൂർ 2 കഴിഞ്ഞു. ഇനി 2 to 4 വരെ ആരുണ്ട്? 2 to 4 വരെ എയും ബിയും ഉണ്ട്. എയും ബിയും എത്ര മണിക്കൂറുണ്ട്? ഇത് 2 മണിക്കൂറുണ്ട്. ശ്രദ്ധിച്ചോ? 2 മണിക്കൂറുണ്ട്. 1 മണിക്കൂറിൽ ഇവർ ചെയ്യുന്നതാണ് 2 3 5. ഇങ്ങനെ A + B 2 മണിക്കൂറിൽ എത്ര ചെയ്യും? 5 വെച്ചിട്ട് 5 × 2 10 ചെയ്യും. അതായത് 2 10, അതായത് എത്രയാണ്? 12. 2 10 2 10. ഓക്കെ, അപ്പൊ ടോട്ടൽ എത്രയായി? 12 യൂണിറ്റ് എന്തായി? അവിടെ ഫില്ലായി. ഇപ്പൊ ഈ ടാങ്കിനകത്ത് 12 യൂണിറ്റ് ഫില്ലായിട്ടിരിക്കുവാണ്. 12 യൂണിറ്റ് ഫില്ലായിട്ടിരിക്കുകയാണ്. ഇനി അടുത്ത 4 മണി കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര മണിയായി? 4 മണിയായി. 4 മണി കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യാൻ പറ്റും? വളരെ വേഗം. എല്ലാ ചാപ്റ്ററും നമ്മൾ അങ്ങനെയാണ് പഠിക്കേണ്ടത്, അങ്ങനെയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, 12 ഫില്ലായിട്ടിരിക്കും. ഇനി 4 മണി കഴിയുമ്പോൾ എന്ത് വന്നു? സിയും കൂടെ വന്നു. സിയും കൂടെ വരുമ്പോൾ ഓവറോൾ എന്ത് വരും? 2 + 3 5 - 8 -3 വെച്ച് എന്ത് ചെയ്യും? എം ടി ആവും. അപ്പൊ നമുക്ക് ചോദിച്ചേക്കുന്നത് എന്താ? എത്ര സമയം കൊണ്ട് എപ്പോഴാണ് ഇത് എം ടി ആവുന്നത്? അപ്പൊ ഓൾറെഡി 4 മണിയായി. അപ്പൊ 4 മണി കഴിഞ്ഞിട്ട് എത്ര സമയം കൊണ്ട് എടുക്കും? 12 യൂണിറ്റ് ആണ് ഫില്ലായിട്ടിരിക്കുന്നത്. അതെന്ത് ചെയ്യും? -3 വെച്ച് എന്ത് ചെയ്യും? -3 വെച്ച് കുറയും, അല്ല 3 വെച്ച് കുറയും. എം ടി ആവുകയാണ്, അതുകൊണ്ടാണ് മൈനസ് സിമ്പിൾ വരുന്നത്. 12/3 4 മണിക്കൂറോട് എന്ത് ചെയ്യും? എടുക്കും. എന്ത് ചെയ്യാൻ? ഈ കേറിയ 12 ലിറ്റർ ഇറങ്ങിപ്പോവാം. ഓക്കെ, അപ്പൊ 4 മണിക്കൂറൂടെ 4 PM കൂടെ 4 മണിക്കൂറോട് കൂടി എത്ര ആവും? 8 PM എന്ത് ചെയ്യും? 8 PM ആ ഒരു ടാങ്ക് എം ടി. ഇനി പൈപ്പ് ആൻഡ് സിസ്റ്റത്തിൽ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആർക്കും ഡൗട്ട് വരില്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Two taps. Okay, question. 2 taps A and B can fill a tank in 40 minutes and 32 minutes respectively. If both taps are opened together, after how much time tap B is closed so that the whole tank fill in 25 minutes? ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ടൈം വർക്കിന്റെ സീരീസിലും അല്ലെങ്കിൽ ടൈം വർക്കിന്റെ ക്ലാസ്സിലും ചെയ്തിട്ടുണ്ട്. അവിടെ ടൈം വർക്കിൽ ആൾക്കാരായിരുന്നു വർക്ക് ചെയ്യുന്നത്, ഇവിടെ ടാപ്പുകളാണ് വർക്ക് ചെയ്യുന്നത്. അത്രയും മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ എയും ബിയും 40 32. അപ്പൊ എയുടെയും ബിയുടെയും എഫിഷ്യൻസി ഉണ്ട്. എ എത്ര മിനിറ്റിലാ? 40 മിനിറ്റിൽ ഫില്ല് ചെയ്യും.
ബി 32 മിനിറ്റിൽ ഫില്ല് ചെയ്യും. ബോത്ത് ടാപ്പ് എന്താണ് ഓപ്പൺ ചെയ്യാണ്. ആഫ്റ്റർ ഹൗ മച്ച് ടൈം ടാപ്പ് ബി ഈസ് ക്ലോസ്ഡ് സോ ദാറ്റ് ദ വോൾ ടാങ്ക് ഈസ് ഫിൽഡ് ഇൻ 25 മിനിറ്റ്. 25 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്തു, അത് ഫില്ലായി. അപ്പൊ നമുക്ക് 40ഉം 32 ഇത്രയും മിനിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ LCM എടുക്കണം. LCM എന്ന് പറഞ്ഞാൽ രണ്ടിലും LCM എങ്ങനെ എടുക്കണം എന്നുള്ള വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, 40 30 LCM എന്ന് പറഞ്ഞാൽ ചെറുത് എടുത്തു, 8 ഓൾറെഡി ഇതിനകത്തുണ്ട്, 5 കൊണ്ട് ഗുണിച്ചാൽ മതി. എത്രയാണ് 30-നകത്ത് 8 കൊണ്ട് ബാക്കി 4 കൊണ്ട് ഗുണിച്ചാൽ എത്ര, 160. 160 ആയിരിക്കും രണ്ടിന്റെ കൂടെ കോമൺ ഉണ്ട്. അപ്പൊ LCM 160 എടുത്തു. ഫസ്റ്റിന്റെ എഫിഷ്യൻസി എത്ര വരും, 160 44 വരും. മറ്റേത് 5 വരും. 5 കൊണ്ട് വെച്ച് ഫില്ല് ചെയ്യും. ഇഫ് ബോത്ത് ടാപ്സ് ആർ ഓപ്പൺഡ് ടുഗദർ ആഫ്റ്റർ ഹൗ മച്ച് ടൈം ടാപ്പ് ബി ഈസ് ക്ലോസ്. അപ്പൊ രണ്ടും എന്ത് ചെയ്യാണ്, രണ്ടും ഒരുമിച്ച് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് ചെയ്തു, ബി അങ്ങ് ക്ലോസ് ചെയ്യുന്നു. ടാങ്ക് എത്രയും 25 മിനിറ്റിൽ എന്ത് ചെയ്യും, ടാങ്ക് ഫില്ലാവും. അപ്പൊ ഇവിടെ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ആരാണ് ഇവിടെ ക്ലോസ് ചെയ്യുന്നത്, ബി ആണ് ഇവിടെ ക്ലോസ് ചെയ്യുന്നത്. ബി ഇവിടെ ക്ലോസ് ചെയ്യുമ്പോൾ ഫുൾ ടൈം 25 മിനിറ്റ് ഉള്ള ആരാണ്, നമ്മുടെ എ ആണ്. എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എ 25 മിനിറ്റ് അവിടെ കാണും. അപ്പൊ എ ഒരു മിനിറ്റിൽ 4 യൂണിറ്റ് വർക്ക് ആയിരുന്നു. ഇവിടെ മിനിറ്റ് ആയതുകൊണ്ട് ഇത് പെർ മിനിറ്റിലെ വർക്കാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 25. അതുകൊണ്ടാണ് ബേസിക് ക്ലാസ്സിൽ എല്ലാവരും കാണുന്നത്. അതായത് ഇത് ക്ലാസ് മാത്രം കണ്ടിരിക്കുന്ന ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ അടുത്ത ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ലെവൽ ഇത് എന്താണ്, നിങ്ങളുടെ എക്സാമിന് വളരെ വേണ്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ഇതൊക്കെ ചെയ്താലേ പറ്റത്തുള്ളൂ. ഓക്കെ, അതും നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. ഞാൻ ഏത് പ്ലേലിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 4 പെർ മിനിറ്റ് ആണ് ചെയ്യുന്നത്. അങ്ങനെ എ എത്ര സമയം വർക്ക് ചെയ്യും, 25 മിനിറ്റും എ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എ ടോട്ടൽ ഫുൾ ടൈം എന്ത് ചെയ്യുന്നുണ്ട്, എ ഫുൾ ടൈം എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ എ എത്ര യൂണിറ്റ് വർക്ക് ചെയ്യും, 4 വെച്ചിട്ട് 25 മിനിറ്റ് എത്രയാണ്, 100 യൂണിറ്റ് എന്ത് ചെയ്യും, എ വർക്ക് ചെയ്യും. അപ്പൊ റിമൈനിങ് ആയിട്ടുള്ള 60 യൂണിറ്റ് ആരായിരിക്കും ചെയ്യേണ്ടത്, ബി ആയിരിക്കണം ചെയ്യേണ്ടത്. അപ്പൊ ആ 60 യൂണിറ്റ് ചെയ്യാൻ വേണ്ടി, മനസ്സിലായോ, ടോട്ടൽ 160 യൂണിറ്റ് ആണ് അവിടെ ഒരു പൈപ്പ് ഉള്ളത്. 160 യൂണിറ്റ് ആണ് എന്റെ കപ്പാസിറ്റി. അതിന് 100 യൂണിറ്റും ഫില്ല് ചെയ്യുന്ന ആരാണ്, എ ആണ്. 25 മിനിറ്റ് എ ചെയ്യുന്നുണ്ട്. ഇതിൽ ഏതോ സമയത്ത് എയും ബിയും എന്തായിരുന്നു, എയും ബിയും കുറച്ച് സമയത്തേക്ക് ഒരുമിച്ചായിരുന്നു. പക്ഷെ എ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് 100 യൂണിറ്റ് വർക്കാണ് എ ചെയ്യുന്നത്. റിമൈനിങ് വർക്ക് 60 യൂണിറ്റ് ബി ആയിരിക്കും ചെയ്തത്. അപ്പൊ 60 മിനിറ്റിന് ബിക്ക് എത്ര സമയം എടുത്തു, 60 ഡിവൈഡഡ് ബൈ ഈ ഒരു മിനിറ്റിൽ 5 യൂണിറ്റ് ചെയ്യും. അതായത് 12 മിനിറ്റ് എന്ത് ചെയ്തു, 12 മിനിറ്റ് ബി എന്ത് ചെയ്തു, വർക്ക് ചെയ്തു. അതിന്റെ അർത്ഥം സ്റ്റാർട്ട് ചെയ്തിട്ട് 12 മിനിറ്റ് വരെ എന്ത് ചെയ്തു, ബി ഉണ്ടായിരുന്നു. 12 മിനിറ്റ് ബി ഉണ്ടായിരുന്നു എയുടെ കൂടെ. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്, ബി എന്ന് പോയത്. നമുക്ക് ക്വസ്റ്റ്യൻ എന്താ വെച്ചിരിക്കുന്നത്, ആഫ്റ്റർ ഹൗ മച്ച് ടൈം ടാപ്പ് ബി ഈസ് ക്ലോസ്ഡ്. അപ്പൊ എത്ര സമയം കഴിഞ്ഞായിരിക്കണം ടാപ്പ് ബി ക്ലോസ് ചെയ്യേണ്ടത്, എത്ര സമയം കഴിഞ്ഞായിരിക്കണം, തുടങ്ങി 12 മിനിറ്റ് വരെ ചെയ്യേണ്ട പണിയായിരുന്നുള്ളത്. ആ പണി ചെയ്ത് കഴിഞ്ഞിട്ട് ബി അങ്ങ് പോയി. അപ്പൊ 12 മിനിറ്റ് കഴിഞ്ഞ് എന്ത് ചെയ്യണമായിരുന്നു, 12 മിനിറ്റ് കഴിഞ്ഞ് ബി ക്ലോസ് ചെയ്യണം. അപ്പൊ ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരുപാട് വരും. ബാക്കിയുള്ള 60 മിനിറ്റത്തുള്ള 60 യൂണിറ്റ് വർക്ക് ചെയ്തവരാണ് ബി. വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. ഈ ടൈപ്പ് വന്നാൽ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാമല്ലോ എല്ലാവർക്കും. നോക്ക്, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. 2 ടാപ്പ് എയും ബിയും ക്യാൻ ഫിൽ എ ടാങ്കിൽ 36 24 മിനിറ്റ് റെസ്പെക്റ്റീവ്. ബോത്ത് ടാപ്പ് ഓപ്പൺ ടുഗദർ but 12 minutes before the tank will fill, pipe B is closed. In how much time tank will be totally filled. Okay, ഇവിടെ കുറച്ച് മുമ്പേ പോവാണ്. അതായത് ഇവിടെ 36 24 എയുടെയും ബിയുടെയും എഫിഷ്യൻസി ഉണ്ട്. 36 24 നമുക്ക് എന്ത് ചെയ്യാം, LCM എന്തെടുക്കാം, 40 32 ഇല്ലേ. ഓക്കെ, 40 32 നമ്മൾ ചെയ്തു. ഓക്കെ, ഓക്കെ, 36 24 മിനിറ്റ് റെസ്പെക്റ്റീവ്ലി. അപ്പൊ ഇതിന്റെ LCM എത്ര വരും, 36 24 LCM നമുക്ക് 72 കൊടുക്കാം. രണ്ടിന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 72 ആണ് ടോട്ടൽ വർക്ക് എങ്കിൽ ഫസ്റ്റ് ആളുടെ എഫിഷ്യൻസി എത്രയാണ്, ഫസ്റ്റ് ആളുടെ എഫിഷ്യൻസി 2, മറ്റേ എഫിഷ്യൻസി 3. ബോത്ത് പൈപ്പ് ഓപ്പൺ ടുഗദർ ബട്ട് 12 മിനിറ്റ്സ് ബിഫോർ ദ ടാങ്ക് വിൽ ഫിൽ. ബിഫോർ 12 മിനിറ്റ്സ് എന്ത് ചെയ്തു, പൈപ്പ് ബി ക്ലോസ് ചെയ്തു. ബിഫോർ 12 മിനിറ്റ്സ് ക്ലോസ് ചെയ്യുന്ന പറഞ്ഞാൽ ആ 12 മിനിറ്റ്സ് ആരുണ്ട്, ഈ 12 മിനിറ്റ്സിൽ ക്ലോസ് ചെയ്യുന്ന ഇവിടാന്ന് വെച്ചോ, ഇവിടാണ് നമ്മൾ ലാസ്റ്റ് ഫിൽ ആവുന്നത് ആ സമയം എന്ന് വെച്ചോ. അതിന് 12 മിനിറ്റ് മുമ്പേ എന്ത് ചെയ്തു, ബി അങ്ങ് ക്ലോസ് ചെയ്തു. എന്റെ അർത്ഥം എന്താ, 12 മിനിറ്റ് ബി ക്ലോസ് ചെയ്തു. സ്റ്റാർട്ടിങ്ങിൽ ഇത്രയും സ്ഥലത്ത് ആരും ഉണ്ടായിരുന്നു, എയും ബിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് 12 മിനിറ്റ് മുമ്പ്, അത് കഴിഞ്ഞിട്ട് തീരുന്നതിന് 12 മിനിറ്റ് മുമ്പ് ബി ക്ലോസ് ചെയ്തു. അതിന്റെ അർത്ഥം ഇവിടെ ആര് മാത്രമേ ഉള്ളായിരുന്നു, എ മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ എയുടെ വർക്ക് എത്ര, ഇവിടെ 12 മിനിറ്റിലെ 12 മിനിറ്റിൽ 12 ഗുണം എത്രയാണ്, 2 വെച്ച് 12 2 24 യൂണിറ്റ് വർക്കാണ് ഇവിടെ എ എന്ത് ചെയ്യുന്നത്, ഒറ്റയ്ക്ക് ചെയ്യുന്നത്. ഓക്കെ, ആരാണ് ബാക്കിയുള്ളത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, എ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എത്ര വർക്ക് ഉണ്ടായിരിക്കണം, എയും ബിയും കൂടെ ചെയ്യാൻ വേണ്ടി എത്ര വർക്ക് ഉണ്ടായിരിക്കണം, 72 യൂണിറ്റിൽ 24 യൂണിറ്റ് ഇവിടാണ് കഴിഞ്ഞത്. ഇവിടെ 72 - 24. ഈ കാൽക്കുലേഷനൊക്കെ സ്പീഡ് ചെയ്യണമെങ്കിൽ ഡെയിലി മാത്സിന്റെ സീക്രട്ട് പ്രോ സ്പീഡ് മാത്സ് ചെയ്തേ പറ്റും. 72 - 24 എന്ന് പറയുമ്പോൾ 52 - 4 48 യൂണിറ്റ് ആണ് ആരും ചെയ്തത്, എയും ബിയും കൂടെ ചെയ്തത്.
അതിന് എത്ര സമയം എടുത്തു കാണും? 48 യൂണിറ്റ്. എത്ര ഇവരുടെ എഫിഷ്യൻസി? 48 ഡിവൈഡഡ് ബൈ എത്രയാണ്? 2, 3, 5. ഓക്കെ, 48/5 എന്ന് പറയുമ്പോൾ എത്ര മിനിറ്റ് വരും? 48/5 യൂണിറ്റ് പെർ മിനിറ്റ്. ഇവിടെ മിനിറ്റിലാണ് വരുന്നത്. ഓക്കെ, എത്ര വരുന്നത്? 9 മിനിറ്റും 9 3/5 മിനിറ്റ്. ഇതിനെ സെക്കൻഡ് ആക്കാം. സെക്കൻഡ് ആക്കാൻ വേണ്ടി 60 മിനിറ്റ് സെക്കൻഡ് ആക്കാം. 60 മിനിറ്റ് എത്ര വരും? 12, 3, 36 സെക്കൻഡ്. 36 കിടപ്പുണ്ട് ഇവിടെ. അപ്പൊ 9 മിനിറ്റ് 36 സെക്കൻഡ് എന്ത് ചെയ്തു? അവർ ഒരുമിച്ച് വർക്ക് ചെയ്തു. ബാക്കി 12 മിനിറ്റ് ആര് വർക്ക് ചെയ്തു? എ മാത്രം വർക്ക് ചെയ്തു. അപ്പം ക്വസ്റ്റ്യൻ എന്താ വെച്ചേക്കുന്നത്? ഇൻ ഹൗ മച്ച് ടൈം ടാങ്ക് വിൽ ബി ടോട്ടലി ഫിൽ. ടോട്ടലി ഫില്ലിന് എന്താണ്? ഇവിടുത്തെ 9 മിനിറ്റ് 36 സെക്കൻഡും അതിന്റെ കൂടെ 12 മിനിറ്റ് ഇവിടെ ആകുമ്പോൾ എന്ത് ചെയ്യും? ടാങ്ക് ഫില്ലാവും. 12, 9, 21 മിനിറ്റും 36 സെക്കൻഡിലും എന്താവും? ആ ടാങ്ക് കംപ്ലീറ്റ്ലി എന്താവും? ഫില്ലാവും. അപ്പൊ നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ഇത്രയൊന്നും എഴുതേണ്ട വരത്തില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ കൺസെപ്റ്റ് അറിയാമെങ്കിൽ വളരെ വേഗത്തിൽ ഇതൊക്കെ വളരെ വേഗത്തിൽ കണ്ടുപിടിക്കാം. 2, 3 കണ്ടുപിടിക്കാം. ലാസ്റ്റ് 12 എ മാത്രമേ ഉണ്ടായിരുന്നു, 24. ബാക്കി 48. 48/5 എന്ന് പറയുമ്പോൾ 9 വരും 3/5 മിനിറ്റ്. അതിന് സെക്കൻഡ് ആക്കി 9 മിനിറ്റ് 36 സെക്കൻഡ് പിന്നെ 12. എത്ര സ്പീഡിൽ നിങ്ങൾ ചെയ്യുന്നു അത്ര നല്ലതാണ്. അല്ലെങ്കിൽ ഇതിനൊരു എളുപ്പവഴി എന്ന് വെച്ചാൽ ഡയറക്റ്റ് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഞാൻ ടൈം വർക്കിൽ പഠിപ്പിച്ചാണ്. എന്താണ്? 72 യൂണിറ്റ് ആണുള്ളത്. അപ്പം ആരാ പോകുന്നത്? ബി ആ പോകുന്നത്. അപ്പൊ ബിയുടെ 12 മിനിറ്റത്തെ വർക്ക് കൂടെ എന്ത് ചെയ്യുക? ഇതിനകത്ത് കൂട്ടുക. ബിയുടെ 12 മിനിറ്റത്തെ വർക്ക് ബി പോയില്ല എന്ന് വിചാരിക്കുക. അപ്പൊ ബിയുടെ 12 മിനിറ്റത്തെ വർക്ക് എത്രയാണ്? 12 ഗുണം 3 36. 36 കൂട്ടുമ്പോൾ ഞാൻ ടൈം വർക്കിന്റെ ക്ലാസ്സിൽ ബേസിക് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ബിയുടെ 12 മിനിറ്റത്തെ വർക്ക് കൂടെ കൂട്ടുക ഡിവൈഡഡ് ബൈ ടോട്ടൽ അവരുടെ എഫിഷ്യൻസി എ പ്ലസ് ബി. 5 വരും. ഇത് ചെയ്താലും നിങ്ങൾക്ക് 108/5 ടോട്ടൽ വർക്കിന്റെ ടോട്ടൽ ടൈം കിട്ടും. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബിഫോർ കംപ്ലീഷനിൽ പോകുമ്പോൾ ഉള്ള കാര്യം ജിഡിയുടെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 108/5 അതായത് 21 ബാക്കി 3/5 21 മിനിറ്റും 36 സെക്കൻഡ്. ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ വഴിയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ളവർ ഇങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക. നമ്മുടെ ടൈം വർക്കിന്റെ ക്ലാസ്സിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ബിഫോർ പോകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഷോർട്ട് കട്ട് ഉപയോഗിക്കുന്നത്. ഇത് ടൈം വർക്കിലായിരുന്നു പറഞ്ഞത്. അത് നമുക്ക് എന്ത് ചെയ്യാം? പൈത്തൺ സിസ്റ്റമിലും എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി എല്ലാവരും. ഞാൻ ഓപ്ഷൻ കൂടെ തരാം. ഓപ്ഷൻ എ 12 മിനിറ്റ്, ഓപ്ഷൻ ബി 14 മിനിറ്റ്, ഓപ്ഷൻ സി 15 മിനിറ്റ്, ഓപ്ഷൻ ഡി 13 മിനിറ്റ്. ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ, ഒന്ന് വായിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എല്ലാവരും. നല്ല ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നല്ല നല്ല ക്വസ്റ്റ്യൻസിലേക്ക് ഒന്ന് പോവാം. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് വായിച്ചു നോക്കിയാൽ ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ ചെയ്യാം. A tank can be filled by 2 pipes filling separately in 20 minutes and 16 minutes respectively. Both pipes are open together, but due to technical problem, only 3/4 of the quantity of water flows through the former and only 2/5 through the later pipe. എന്നുവെച്ചാൽ ആദ്യത്തെ പൈപ്പ് രണ്ടാമത്തെ പൈപ്പ്. ഫോർമർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പൈപ്പ്, ലേറ്റർ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പൈപ്പ്. ആഫ്റ്റർ സം ടൈം പ്രോബ്ലം എന്തായി? റിസോൾവ് ആയി. ആൻഡ് ദ ടാങ്ക് ഈസ് ഫിൽഡ് ഇൻ 5 minutes ഫ്രം ദാറ്റ് മൊമെന്റ്. അവിടെ നിന്ന് 5 മിനിറ്റ് കഴിഞ്ഞ് എന്ത് ചെയ്തു? പ്രോബ്ലം റിസോൾവ് ആയിട്ട് 5 മിനിറ്റിൽ എന്ത് ചെയ്തു? അത് എന്തായി? സെറ്റ് ആയി. ദെൻ ഫൈൻഡ് ദ ടോട്ടൽ ടൈം ടേക്കൺ ബൈ ദം ടേക്കൺ ടു ഫിൽ ദ ടാങ്ക്. ടോട്ടൽ ടാങ്ക് ഫില്ലാൻ വേണ്ടി എത്ര സമയം എടുത്തു? ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റന്റെ ലാംഗ്വേജ് നല്ലതാണ്. പക്ഷെ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവിടെ നോക്ക്, 2 ടാപ്പ് ഉണ്ട്, എയും ബിയും. ഇത് 20 മിനിറ്റിലും ഇത് 16 മിനിറ്റിലുമാണ് ഫില്ല് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? LCM എടുക്കാം. 20 LCM 4 ഓൾറെഡി ഇവിടെ ഉണ്ട്. 4 കൊണ്ട് ഗുണിക്കുക. എത്ര? 80 ആണ് നമ്മുടെ LCM. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ആളുടെ എഫിഷ്യൻസി ഇത്രയാണ് 4, മറ്റേ ആളുടെ 5. ഇത്രയാണ് ഫില്ല് ചെയ്യുന്നത്. പക്ഷേ ബോത്ത് പൈപ്പ് എന്താണ്? ഓപ്പൺ ടുഗദർ ആണ്. ബട്ട് ഡ്യൂ ടു എ ടെക്നിക്കൽ പ്രോബ്ലം only 3/5 of the quantity of water flows through the former. അതായത് ഇതിനകത്ത് 4 യൂണിറ്റ് പെർ മിനിറ്റിൽ പോവുമെങ്കിൽ ഇത് എത്രേ പോകത്തുള്ളൂ? 4ന്റെ 3/4. 4ന്റെ 3/4 എന്ന് പറഞ്ഞാൽ എത്ര വരും? 3 യൂണിറ്റ് എന്ത് ചെയ്തുള്ളൂ? പോകത്തുള്ളൂ. അടുത്ത രണ്ടാമത്തേനകത്ത് ഇതിന്റെ 5 യൂണിറ്റ് പോകേണ്ട സ്ഥലത്ത് എത്ര പോകത്തുള്ളൂ? അതിന്റെ കൂടെ 2/5 പോകത്തുള്ളൂ. 2 യൂണിറ്റേ പോകത്തുള്ളൂ. ഇങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എഫിഷ്യൻസി ഇങ്ങനെ ആയി. ആഫ്റ്റർ സം ടൈം പ്രോബ്ലം കഴിഞ്ഞു. ടാങ്ക് എത്ര അത് കഴിഞ്ഞിട്ട് 5 മിനിറ്റിൽ ഫില്ലായി. അപ്പൊ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? നമ്മുടെ മെയിൻ സാധനം നമ്മൾ നോക്കേണ്ട സാധനം. ആഫ്റ്റർ 5 മിനിറ്റ് എന്തായി? അത് ശരിയായി എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഉണ്ടാവും
അവർ പഴയ എഫിഷ്യൻസിയിലോട്ട് എന്ത് വന്നു, തിരിച്ചു വന്നു. അതായത് ആദ്യത്തെ പൈപ്പ് 4 യൂണിറ്റ് പെർ മിനിറ്റിൽ ഫില്ല് ചെയ്യും, രണ്ടാമത്തെ പൈപ്പ് 5 യൂണിറ്റ് പെർ മിനിറ്റിൽ ഫില്ല് ചെയ്യും. അവരെന്ത് ചെയ്തു, അവരുടെ പഴയ എഫിഷ്യൻസിയിലോട്ട് തിരിച്ചു വന്നു. അപ്പൊ നമുക്ക് ഇവിടാണ് വേണ്ടത്. അതായത് അവരെന്ത് ചെയ്തു, ആ 5 മിനിറ്റില് എത്ര വെച്ചിട്ട് 4, 5, 9 വെച്ചു. 9 അവരുടെ എഫിഷ്യൻസി. രണ്ടും എന്താണ്, സെയിം, ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഓപ്പൺ ചെയ്യുന്നത്. 5 ഗുണം 5 മിനിറ്റില് 9 യൂണിറ്റ് വെച്ച് എത്ര അവർ അവസാനം ഫില്ല് ചെയ്തതാണ്, 45 യൂണിറ്റ് അങ്ങ് ഫില്ല് ചെയ്തു. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ, ഇവിടെ ഓൾറെഡി 5 മിനിറ്റ് കഴിഞ്ഞു. 5 മിനിറ്റ് എന്ത് ചെയ്തു, ഇവിടെ അവിടെ എടുത്തു, 5 മിനിറ്റ് എടുത്തു. അതിന് മുമ്പ് എത്ര സമയം എടുത്ത് കാണുമെന്ന് നമ്മൾ നോക്കണ്ട. അപ്പൊ 45 യൂണിറ്റ് ആണ് അവസാനത്തെ 5 മിനിറ്റിൽ അവർ ചെയ്തത്. കാര്യം അവർ ശരിയായി. അപ്പൊ അതിന് മുമ്പ് അവരുടെ എഫിഷ്യൻസി 3ഉം 2ഉം ആയിരുന്നു. അപ്പൊ എത്ര ഉണ്ട് ഇനി ബാക്കി ഫില്ല് ചെയ്യാൻ, എത്ര ഉണ്ടായിരുന്നു, 80-നകത്ത് 45 യൂണിറ്റ് അവസാനം ചെയ്തു. എന്റെ അർത്ഥം എത്ര യൂണിറ്റ് ആയിരുന്നു അവർ മുമ്പേ ഫില്ല് ചെയ്തത്, 80 - 45. ഇങ്ങനെ രസകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒരു കഥ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. എത്രത്തോളം സ്പീഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രാക്ടീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു, എത്രത്തോളം ക്വസ്റ്റ്യൻസുമായിട്ട് പരിചയപ്പെടുന്നു, അതനുസരിച്ചിരിക്കും. 80 - 45 പറയുമ്പോൾ നമുക്ക് 35 കിട്ടും. അതായത് 35 യൂണിറ്റ് അവർ രണ്ടുപേരോട് എന്താണ് നേരത്തെ ടെക്നിക്കൽ പ്രോബ്ലം ഉള്ള സമയത്ത് ഫില്ല് ചെയ്തതാണ്. അപ്പോൾ അതിന്റെ ടൈം എത്ര കിട്ടും, ടൈം എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റ് ആണ്, 35 യൂണിറ്റ് ആണ് അവർ ഫില്ല് ചെയ്തത്. അവരുടെ എഫിഷ്യൻസി എത്രയാണ്, 4ഉം 5ഉം ആണോ, അല്ല, ഇതിന്റെ 3/4, അതായത് ഇതിന്റെ 3ഉം ഇതിന്റെ 2ഉം ആയിരുന്നു. അങ്ങനെ 3+2 ആയിരുന്നു അവരുടെ എഫിഷ്യൻസി. ടോട്ടൽ വർക്ക് ബൈ എഫിഷ്യൻസി ആയി ടൈം കിട്ടും 35/5, 7 മിനിറ്റ്. 7 മിനിറ്റ് ആയിരുന്നു അവർക്ക് എന്തിനു വേണ്ടി എടുത്തത്, ആ ഒരു 35 യൂണിറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടി ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ട സമയത്ത് എടുത്തത്. ഇപ്പൊ ടോട്ടൽ ടൈം നമ്മുടെ ആൻസർ എന്താ വരുന്നത്, ആദ്യത്തെ ആ ഒരു 7 മിനിറ്റും അതിന്റെ കൂടെ അത് കഴിഞ്ഞിട്ടുള്ള ശരിയായതിനു ശേഷമുള്ള 5 മിനിറ്റ്. അങ്ങനെ 12 മിനിറ്റിൽ എന്ത് ചെയ്യും, 12 മിനിറ്റിൽ ആ ഒരു ടാങ്ക് എന്ത് ചെയ്യും, ഫിൽ ആവും. നല്ല ക്വസ്റ്റ്യൻ ആണ്, നല്ല ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ചെറിയ ലെവലിൽ നിന്ന് എന്ത് ചെയ്യുന്നു, നല്ല ക്വസ്റ്റ്യൻസിലേക്ക് വരുവാണ്. ഇത്ര വലിയ ലാംഗ്വേജ് ഒന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട, എത്ര സിമ്പിൾ ആയിട്ട് ചെയ്യാം. ലാംഗ്വേജ് ഒന്നും കണ്ട് പേടിക്കേണ്ട, ഇതൊക്കെ എന്താണ് വളരെ എളുപ്പത്തിൽ. ഇത് എക്സും 1/x ഒക്കെ ഇട്ട് ചെയ്യുന്നവർക്ക് വളരെ എന്തായിരിക്കും, തലവേദന ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ. ഓക്കെ, അത് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല, എന്ത് ചെയ്താൽ മതി, ഈ വഴി തന്നെ ഫോളോ ചെയ്യുന്നത്. നല്ല ക്വസ്റ്റ്യൻ ആണ് ഇതെല്ലാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേപോലത്തുള്ള ഒരു സെയിം ക്വസ്റ്റ്യൻ. ഓക്കെ, എ ടാങ്ക് ക്യാൻ ബി ഫിൽഡ് ബൈ 2 പൈപ്സ് ഇത്രയും റെസ്പെക്റ്റീവ്ലി. ബോത്ത് പൈപ്സ് ആർ ഓപ്പൺ ടുഗദർ ബട്ട് ഡ്യൂ ടു സം ടെക്നിക്കൽ പ്രോബ്ലം ദ എഫിഷ്യൻസി ഓഫ് പൈപ്പ് ഡിക്രീസ്ഡ് ബൈ. ഇവിടെ പെർസെന്റേജും കൂടെ എന്ത് ചെയ്യാണ്, കടന്നു വന്നു. കഴിഞ്ഞതിനകത്ത് നമ്മുടെ ആ റേഷ്യോ ആയിരുന്നു. ഇവിടെ എഫിഷ്യൻസി ഓഫ് പൈപ്പ് എന്തായി, ഡിക്രീസ് ബൈ 40%, 50% റെസ്പെക്റ്റീവ്ലി. ആഫ്റ്റർ സം ടൈം പ്രോബ്ലം തീർന്നു. ടോട്ടൽ ടൈം ടേക്കൺ, ഇവിടെ എന്താണ് ടോട്ടൽ ടൈം ടേക്കൺ ഫിൽ ദ ടാങ്ക് ആണ് നടത്തിയത്. ടോട്ടൽ ടൈം ആണ് ഇത്ര തന്നിട്ടുള്ളത്, 16 മിനിറ്റ്. ദെൻ ഫൈൻഡ് ആഫ്റ്റർ ഹൗ ലോങ് പ്രോബ്ലം സോൾവ്. അപ്പൊ നേരത്തെ ക്വസ്റ്റിനകത്ത് വ്യത്യാസമുണ്ട്. നേരത്തെ നമ്മൾ അത് കഴിഞ്ഞിട്ട് അവർ 5 മിനിറ്റ് ചെയ്തു. ഇവിടെ എന്താ ടോട്ടൽ അവർക്ക് എടുത്ത സമയം എത്രയാണ്, 16 മിനിറ്റ് ആണ് ടോട്ടൽ എടുത്തത്. അങ്ങനെയാണെങ്കിൽ എത്ര സമയം കഴിഞ്ഞാണ് എന്ത് ചെയ്തത്, ഈ പ്രോബ്ലം റിസോൾവ് ചെയ്തത്. ഇവിടെ നമ്മൾ ഒരു വേരിയബിൾ ഒക്കെ എടുക്കേണ്ടി വരും, നോക്കാം. അപ്പൊ എന്താണ്, എയും ബിയും 2 പൈപ്പ്. ഫസ്റ്റ് ആളുടെ സമയം 20 മിനിറ്റ്, മറ്റേ ആളുടെ 25. ടോട്ടൽ വർക്ക് 100 എടുക്കാം. ഫസ്റ്റ് ആളുടെ എഫിഷ്യൻസി 5, രണ്ടാമത്തെ ആളുടെ എഫിഷ്യൻസി 4 എടുക്കാം. 5ഉം 4ഉം എടുക്കാം. ഇനി പ്രോബ്ലം കാരണം എന്താ സംഭവിച്ചേ, ഇയാള് 5ന്റെ സ്ഥാനത്ത് ഡിക്രീസ്ഡ് ബൈ 40%. എന്നെങ്കിൽ നമുക്ക് 5ന്റെ 40% കുറഞ്ഞെന്ന് പറയാം. ഒരു സാധനം 40% കുറഞ്ഞെന്ന് പറഞ്ഞാൽ അത് അതിന്റെ 60% ആവുന്നത്. എഫിഷ്യൻസി 5 ഉണ്ടായിരുന്ന സ്ഥലത്ത് 40% കുറഞ്ഞെന്ന് പറഞ്ഞാൽ 5ന്റെ റിമൈനിങ് ഉള്ള എത്ര ആയിരിക്കും, 5ന്റെ 60%. ശതമാനത്തിന്റെ ക്ലാസ്, പെർസെന്റേജിന്റെ ക്ലാസ് ഞാൻ പറഞ്ഞ SSC GD 2022 പ്ലേലിസ്റ്റിൽ പെർസെന്റേജിന്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത് കാണാതെ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. പെർസെന്റേജ് അറിയാതെ അരിത്തമെറ്റിക്കിലെ പ്രോബ്ലംസ് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അത് ഓൾറെഡി അവിടെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് പോയി കാണുക, SSC GD പ്ലേലിസ്റ്റ് എടുക്കുക, കാണുക. നിങ്ങളുടെ ആവശ്യമാണ്. അത് കണ്ടാലേ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ജോലി കിട്ടാനും അതേ വഴിയുള്ളൂ. അപ്പോൾ ഇതെന്താ, ഇതിന്റെ 60% ആവും. 60% എന്ന് പറഞ്ഞാൽ 20% 1/5 ആണ്, 60% 3/5 ആണ്. എല്ലാം അവിടെ പഠിപ്പിച്ചിട്ടുള്ളതാണ്, ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ് എല്ലാം. 5ഉം 5ഉം വെട്ടി എത്ര വരും, 3 വരും. 3 എന്താ, 5ന്റെ സ്ഥാനത്ത് എന്താവും, ഇത് 3 ആവും എഫിഷ്യൻസി. ഇനി ഇവിടെ 50% എന്തായി, ഡിക്രീസ് ചെയ്യും. 50% ഡിക്രീസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പകുതി 50%. 4ന്റെ 50% കുറഞ്ഞെന്ന് പറഞ്ഞാൽ എത്രയാണ്, 4ന്റെ പകുതി കുറഞ്ഞു. 50% ആയി. 4 ഗുണം 50%. 50% 1/2 ആണ്. ഇതെല്ലാം നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അറിയാത്തവര് ഏറ്റവും തുടക്കമായിട്ടുള്ളവര് ആ ക്ലാസ് മുതൽ കണ്ടുവരിക കേട്ടോ. ഓക്കെ, എത്ര വരും, 2 വരും. 2 ഇപ്പോഴത്തെ പുതിയ എഫിഷ്യൻസി, ഇതിന്റെ 50%. ഇവിടെ എന്താ പറയുന്നത്, ആഫ്റ്റർ സം ടൈം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവര് രണ്ടുപേരുടെ 5, 4, 9 വെച്ചാണ് എന്ത് ചെയ്യുന്നത്, ഒറിജിനലി പോകുന്നത്. അല്ലാത്ത കേസിൽ ഇവരെത്രയാണ് ചെയ്യുന്നത്, 5 വെച്ചാണ് ചെയ്യുന്നത്. ഇവിടെ എത്രയാണ് ചെയ്യുന്നത്, 5 വെച്ചത്. അപ്പോൾ ഇവർക്ക് നമ്മുടെ അടുത്ത് പറയുന്നത് 16 മിനിറ്റിൽ എന്ത് ചെയ്തു, ഈ ഒരു ടോട്ടൽ പ്രോബ്ലം തീർന്നു. അപ്പോൾ ഈ 9 വെച്ച് 16 മിനിറ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് എത്ര പോയനെ, 144 യൂണിറ്റ് വർക്ക് ചെയ്തേ. മനസ്സിലായോ, 9 വെച്ച് 16 മിനിറ്റ്.
ഇവിടെ ഇവരുടെ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 4 യൂണിറ്റിന് ഡിഫറൻസ് ആണ്. 4 യൂണിറ്റ് ഡിഫറൻസ് ആണ്. നമുക്ക് ഒറിജിനൽ എത്രയേ ഉള്ളൂ? ഒറിജിനൽ 100 ഉള്ളൂ. അതായത് എത്ര വരേണ്ടത്? 144 നിന്നും 100 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 44ന്റെ എക്സ്ട്രാ എടുക്കേണ്ടി വന്നു. കാര്യം 9 വെച്ച് 16 മിനിറ്റ് ചെയ്തിരുന്നെങ്കിൽ 147 നിറഞ്ഞാൽ അല്ലേ? രണ്ടുപേരുടെ ഒറിജിനലായിട്ട് ചെയ്യുവാണ്. 5 യൂണിറ്റ് 4 യൂണിറ്റ് ടെക്നിക്കൽ പ്രോബ്ലം ഒന്നും ഇല്ലെന്ന് വെച്ചു. ടെക്നിക്കൽ പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ അവര് 9 യൂണിറ്റ് വെച്ചിട്ട് 16 മിനിറ്റ് ചെയ്താൽ 144 ഫില്ലാവും. നമ്മുടെ ടാങ്കിന്റെ കപ്പാസിറ്റി എത്ര ഉള്ളത്? 100 യൂണിറ്റ് ഉള്ളൂ. 100 യൂണിറ്റിന്റെ ടാങ്കാണ് ഉള്ളത്. അതിനകത്ത് 144 ലിറ്റർ വെള്ളം കൊള്ളത്തില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ 16 മിനിറ്റ് വർക്ക് ചെയ്യേണ്ടി വന്നത്? അവിടെ ഒരു ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടായി. ഇവരുടെ എഫിഷ്യൻസി 9 നിന്നും 2 രൂപയുടെ ചെയ്യുമ്പോൾ 5 മാറിയതുകൊണ്ടാണ്. അപ്പോൾ അതായത് 4 യൂണിറ്റ് പെർ മിനിറ്റിന്റെ എന്ത് വന്നതുകൊണ്ടാണ്? ചേഞ്ച് വന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് എത്ര ആയിട്ട് എക്സ്ട്രാ അടിക്കേണ്ടി വന്നത്? എക്സ്ട്രാ വെള്ളം അടിക്കേണ്ടി വന്നത് ഇൻ ദ സെൻസ് എക്സ്ട്രാ ആയിട്ട് കൊടുക്കേണ്ട ആ സമയം. അത്ര സമയത്ത് 44 അധികം അടിക്കായിരുന്നു. ഈ 44 യൂണിറ്റ് വാട്ടറിന്റെ കാരണം ആരാണ്? ഈ 4 മിനിറ്റിൽ ഇവമാര് 4 മിനിറ്റ് പെർ മിനിറ്റിൽ കുറഞ്ഞതുകൊണ്ടാണ്. നമ്മുടെ ആൻസർ എന്ത് വരും? നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ആൻസർ എന്ന് പറഞ്ഞാൽ ഈ 44 മിനിറ്റ് എക്സ്ട്രാ വന്നു. 44ന് എത്ര വെച്ചാണ്? 4 മിനിറ്റ്. 1 മിനിറ്റിൽ 4ന്റെ കുറവാണ് സംഭവിച്ചത്. 1 മിനിറ്റ് 4ന്റെ കുറവ് സംഭവിച്ചുകൊണ്ടാണ് 44ന്റെ അധികം അടിക്കേണ്ട ഒരു ചുമതല അവന്മാർക്ക് വന്നത്. അപ്പൊ 44/4 നമുക്ക് എന്ത് ചെയ്യാം? 44/4 11 മിനിറ്റ് എന്ത് ചെയ്യേണ്ടി വന്നു? 11 മിനിറ്റ് ആണ് അവിടെ ആ ഒരു പ്രോബ്ലം സംഭവിച്ചത്. അപ്പൊ 11 മിനിറ്റ് അവിടെ പ്രോബ്ലം സംഭവിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു 4 യൂണിറ്റ് പെർ മിനിറ്റിന്റെ ഒരു വർക്ക് 11 × 4 44 നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ട ഒരു അവസ്ഥയായി. അപ്പൊ നമുക്ക് എത്ര മിനിറ്റ് കഴിഞ്ഞു? ക്വസ്റ്റ്യൻ എന്താ? ദെൻ ഫൈൻഡ് ആഫ്റ്റർ ഹൗ ലോങ് പ്രോബ്ലം ബി റിസോൾവ്. അതായത് തുടക്കം മുതൽ തുടങ്ങി ഈ 11 മിനിറ്റ് വരെ ഇവന്മാരുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിനുശേഷമാണ് എന്ത് ചെയ്തത്? പ്രോബ്ലം റിസോൾവ് ചെയ്ത് 16 മിനിറ്റിൽ പരിപാടി കഴിഞ്ഞത്. അപ്പൊ 11 മിനിറ്റ് ആയിരുന്നു എന്ത് ചെയ്യുന്നത്? 11 മിനിറ്റ് കഴിഞ്ഞായിരുന്നു പ്രോബ്ലം റിസോൾവ് ചെയ്തതെന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാം. അപ്പൊ നേരത്തെ ക്വസ്റ്റിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നേരത്തെ ക്വസ്റ്റിനകത്ത് ഈ 11 മിനിറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ 11 മിനിറ്റിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കഴിഞ്ഞ ക്വസ്റ്റിനുമായിട്ടുള്ള റിലേഷൻ നോക്കാം. 11 മിനിറ്റിൽ 5 വെച്ചായിരുന്നു അവർ ചെയ്തിരുന്നത്. 11 5 55 കഴിഞ്ഞു. ബാക്കി എത്ര ഉണ്ട്? ബാക്കി 45 ഉണ്ട്. 45 ചെയ്യാൻ വേണ്ടി ഇവര് 9 ആണ്. 45/9 എന്ന് പറയുമ്പോൾ എത്ര വരും? 5 മിനിറ്റ്. അതായത് 11 മിനിറ്റും 5 മിനിറ്റും ടോട്ടൽ എത്രയായി? 16 മിനിറ്റിൽ എന്ത് ചെയ്തു? ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ ആ ഒരു കണ്ടീഷൻ വരെ സാറ്റിസ്ഫൈ. ഈ ഒരു മെത്തേഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും ഇത് എന്ത് ചെയ്യണം? ഇത് പഠിക്കണം. നല്ല ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ പൈപ്പ് ആൻഡ് സിസ്റ്റമിൽ. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എത്ര പേര് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്യുമായിരുന്നു. പക്ഷേ ഈ ക്വസ്റ്റിന്റെ ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു ഐഡിയ എന്ത് ചെയ്യാൻ മനസ്സിലാക്കാം. ഇനി അല്ലാതെ ബുക്കിലെ മെത്തേഡ് എങ്ങനെയായിരിക്കും? ഓർ നമ്മൾ എന്ത് ചെയ്യും? ടി സമയമാണ് അവർ വർക്ക് ചെയ്യുന്നത്. ടി സമയമാണ് അവർ ആ ഒരു പ്രോബ്ലം കൊണ്ട് വർക്ക് ചെയ്യുന്നത്. ടി സമയം വർക്ക് ചെയ്താൽ 5 × ടി എന്ത് ചെയ്തു? 5 യൂണിറ്റ് വെച്ച് എഫിഷ്യൻസി ഇൻറ്റു ടൈം ആണ് ടോട്ടൽ വർക്ക്. 5 × ടി ആണ് അവർ ചെയ്ത വർക്ക്. അത് കഴിഞ്ഞിട്ട് 9 ആയി അവരുടെ എഫിഷ്യൻസി. എന്ത് ചെയ്തു? പ്രോബ്ലം റിസോൾവ് ചെയ്തു. ബാക്കി എത്ര സമയം? ടോട്ടൽ 16 ആണ്. അതിനകത്ത് ടി സമയം കുറച്ചു. ഇതിന്റെ വാല്യൂ ആണ് 100. ഇത് നിങ്ങൾ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടി എന്ന് പറഞ്ഞാൽ 11 മിനിറ്റ് എന്ന് കിട്ടും. അതായത് ടി സമയം വരെ 5 യൂണിറ്റിലായിരുന്നു ചെയ്തത്. പ്രശ്നം ഉണ്ടായിരുന്നു. ബാക്കി സമയത്ത് എന്ത് ചെയ്തു? പ്രശ്നം സോൾവ് ചെയ്തു. അങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് ടി എന്ത് കിട്ടും? 11 കിട്ടും. പക്ഷെ എന്ത് ചെയ്യുക? ഈ ഒരു കൺസെപ്റ്റ് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊന്നും പേന എടുക്കുക ചെയ്യും. 9 5 4ന്റെ ഡിഫറൻസ് ആണ് വരുന്നത്. എക്സ്ട്രാ 44 ചെയ്യേണ്ടി വന്നതിന് 44/4 എത്ര? 11 നമുക്ക് ആൻസർ കിട്ടും. ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട്, ബാക്കി എല്ലാം പെൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും? ഇത് 5T, ഇവിടെ 147 -9T. ഇപ്പൊ 4T എന്ന് പറഞ്ഞാൽ 147, 44 T എന്ന് പറഞ്ഞാൽ 10. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നല്ല ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ആദ്യം ബേസ് ലെവൽ മുതൽ തുടങ്ങി നമ്മൾ ഇത് നല്ല ക്വസ്റ്റ്യൻസ് തുടങ്ങും. അപ്പോൾ ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് വെരി യൂസ്ഫുൾ ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതിനി എല്ലാ വട്ടവും അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, ഒരു ക്ലാസ് നമ്മൾ ചെയ്ത് തന്നെ വീട്ടിൽ ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഇത് പറയുന്നത്. നമുക്ക് അത്രത്തോളം ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിലുണ്ട്. അടുത്തത്, പൈപ്പ് എ ആൻഡ് ബി ക്യാൻ ഫിൽ എ ടാങ്ക് ഇൻ 20 minutes and 30 minutes respectively. Both the pipes are opened to fill the tank, but when the tank is 1/3 filled, a leakage develops in the bottom of the tanks through which 1/3 of the water supply by both the pipes leaks out. Find in how much time the tank will fill. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ക്വസ്റ്റ്യൻ വായിച്ചെന്ന് വിശ്വസിക്കുന്നു. ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ. നമ്മുടെ 10ാമത്തെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. യെസ്, അടുത്ത ടോപ്പിക്കിൽ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത് വെച്ച് ക്വസ്റ്റ്യൻ ചെയ്യാം. എയും ബിയും ഉണ്ട്. പൈപ്പ് ആരൊക്കെയുള്ള? എയും ബിയും ഉണ്ട്. ഓക്കെ, എ എന്ന് ബി എന്ന് പറഞ്ഞ ടൈപ്പ് പൈപ്പ്.
ഇത് 20 മിനിറ്റും ഇത് 30 മിനിറ്റുമാണ് എന്ത് ചെയ്യുന്നത്, ഫില്ല് ചെയ്യുന്നത്. ബോത്ത് പൈപ്പ് ആർ ഓപ്പൺ ടു ഫിൽ ദ ടാങ്ക്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ആ ടാങ്കിന്റെ കപ്പാസിറ്റി നോക്കാം. 60 LCM. ഫസ്റ്റ് ആളുടെ എഫിഷ്യൻസി 60/20 3, മറ്റേത് 60/30 2 വരെ എഫിഷ്യൻസി. ഇതെന്ത് ചെയ്യുന്നു, 3 2 ചെയ്യുന്നു. ബട്ട് ഓപ്പൺ ടു ഫിൽ ദ ടാങ്ക് ബട്ട് വെൻ ടാങ്ക് ഈസ് 1/3 ഫിൽ എന്ന് പറഞ്ഞാൽ എത്ര, 60 യൂണിറ്റ് കപ്പാസിറ്റി ഉള്ള സാധനം അതിന്റെ 1/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 20 യൂണിറ്റ് ഫില്ലായ സമയത്ത് 20 യൂണിറ്റ് ഫില്ലായി. 20 യൂണിറ്റ് ഫില്ലായി എന്ന് പറഞ്ഞാൽ എത്ര സമയം എടുത്തു, 20 യൂണിറ്റ് ഫില്ലായി. അതായത് 3 2 ബോത്ത് പൈപ്പ്സ് ആർ ഓപ്പൺ ടുഗദർ ആണ്. അപ്പൊ അവരുടെ എഫിഷ്യൻസി എത്ര ടോട്ടൽ, 3 2 5 വെച്ചാണ് ചെയ്യുന്നത്. അതായത് 5 വെച്ച് അവര് 20 യൂണിറ്റ് ആണ് 1/3, 20/5 20 യൂണിറ്റ് ഒരു മിനിറ്റിൽ 5 വെച്ചിട്ട് അവരെന്ത് ചെയ്യും, 20/5 4 മിനിറ്റിലാണ് എന്ത് ചെയ്തത്, ഇപ്പൊ ഇത്ര ആയത് 1/3 ഫിൽ ആയത്. ബാക്കി റിമൈനിങ് എത്ര ഉണ്ട്, ബാക്കി 40 ഉണ്ട്. 40 യൂണിറ്റ് ബാക്കിയുണ്ട്. 20 യൂണിറ്റ് കഴിഞ്ഞ് ബാക്കി 40 ഉണ്ട്. അപ്പൊ ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത്, ഈ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ടോ, ഒരു ലീക്കേജ് വരും. അതായത് ബാക്കി 40 യൂണിറ്റ് ഫില്ല് ചെയ്യാനുള്ള സമയത്ത് ഒരു ലീക്കേജ് വരും. ആ ലീക്കേജ് എന്താ ചെയ്യുന്നത്, ടാങ്ക് ത്രൂ വിച്ച് 1/3 ഓഫ് ദ വാട്ടർ സപ്ലൈ ബൈ ബോത്ത് പൈപ്പ് എന്താണ് ലീക്ക് ഔട്ട്. അതായത് ഇതിന്റെ 1/3, അതായത് 5ന്റെ ടോട്ടൽ എന്താണ്, ബോത്ത് പൈപ്പ് 3 2 5 ആണ്. 5ന്റെ 1/3 എന്ത് ചെയ്യുവാണ്, വെള്ളം നഷ്ടപ്പെടുവാണ്. 5ന്റെ 1/3 ഓഫ് വാട്ടർ എന്താണ്, നഷ്ടപ്പെടുവാണ്. ഇപ്പൊ ഫില്ല് ചെയ്യുന്ന എത്ര ആയിരിക്കും, ഫില്ല് ചെയ്യുന്ന ഒരു സാധനത്തിൽ നിന്നും 1/3, ഒരു സാധനത്തിന്റെ 1/3 കുറഞ്ഞാൽ ബാക്കി എത്ര ഉള്ളത്, 2/3. ടോട്ടൽ 1 ആണുള്ളത്, അതിൽ നിന്നും 1/3 കുറഞ്ഞാൽ എത്ര വരുന്നത്, 2/3 ബാക്കിയുള്ളൂ. അപ്പോ മനസ്സിലായി. അതായത് ഒരു സാധനം, ഇപ്പൊ എന്റെ കയ്യിലൊരു ഒരു റൗണ്ടിലുള്ള ഒരു സാധനം, ഒരു കേക്ക് ഉണ്ടെന്ന് വെച്ചു. അതിന്റെ 3 പാർട്ടാക്കിയതിൽ ഒരു പാർട്ട് മാറ്റി, ബാക്കി എത്ര പാർട്ടുള്ളത്, 2 പാർട്ടുകളുള്ളത്. ടോട്ടൽ 3, അതാണ് 2/3 ബാക്കിയുള്ളൂ. 5 ആയിരുന്നു അവരുടെ എഫിഷ്യൻസി കമ്പൈൻഡ്, അതിന്റെ 2/3 ആണ് ഇപ്പൊ ബാക്കിയുള്ളത്. അപ്പൊ ഇതിലായിരിക്കും എന്ത് ചെയ്യുന്നത്, അവരുടെ എഫിഷ്യൻസി, പുതിയ എഫിഷ്യൻസി 10/3 ആയിരിക്കും. അപ്പൊ അവർക്ക് എത്ര സമയം എടുക്കും, ഈ 40 യൂണിറ്റ് കൂടെ ഫില്ലാക്കാൻ വേണ്ടി, 40 ഡിവൈഡഡ് ബൈ അവരുടെ എഫിഷ്യൻസി 10/3. 3 എളുപ്പം 4 × 3 എത്ര സമയം എടുക്കും, 12 മിനിറ്റ് എന്ത് ചെയ്യും, 12 മിനിറ്റ് എടുക്കും. ബാക്കി 40 ഫില്ല്. 8 മിനിറ്റ് എടുക്കത്തുള്ളായിരുന്നു, 40/5 8 മിനിറ്റ് എടുക്കത്തുള്ളായിരുന്നു. പക്ഷേ ഇവര് ഇങ്ങനെ ആ ഒരു ലീക്കേജ് കൂടെ വന്നുകൊണ്ട് എന്തായി, ഇവിടെ 12 മിനിറ്റ് എടുക്കും, ബാക്കി 40 യൂണിറ്റ് എന്താണ് ഫില്ലാണ്. അപ്പോൾ ടോട്ടൽ സമയം നമുക്ക് എന്താ വെച്ചാൽ ഫൈൻഡിങ് ഹൗ മച്ച് ടൈം ടാങ്ക് വിൽ ഫിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്ത് വരും, ആദ്യത്തെ ആ ഒരു 4 മിനിറ്റും അതേപോലെ നമ്മുടെ ബാക്കി 12 മിനിറ്റ്. അപ്പൊ സമയം എന്ന് പറഞ്ഞാൽ ടൈം എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. എഫിഷ്യൻസി പറഞ്ഞാൽ ഒരു മിനിറ്റ് ചെയ്യുന്ന വർക്കാണ്. 4 12 എത്രയാണ്, 16 മിനിറ്റ്. 16 മിനിറ്റിൽ എന്ത് ചെയ്യും, ആ ഒരു ടാങ്ക് ഫിൽ ആവും. 12 മിനിറ്റ് ചെയ്യേണ്ടായിരുന്നു, 60/5 12 മിനിറ്റ് ചെയ്യേണ്ടായിരുന്നു. 4 മിനിറ്റ് എന്ത് ചെയ്തു, എക്സ്ട്രാ എടുത്തു. എന്തുകൊണ്ട്, ആ ലീക്കേജ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ്, നല്ല ഡീകോഡ് ചെയ്ത് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം ഈ ഒരു കൺസെപ്റ്റ് വഴി പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാം വളരെ ഈസി ആയിരിക്കും. ഞാനൊരു ഹോംവർക്ക് കോഡ് നിങ്ങൾക്ക് തരട്ടെ. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഹോംവർക്ക് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുന്നുള്ളവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട്, നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കമന്റ് ആയിട്ട് പറയാവുന്നതാണ്. നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഒരു സന്തോഷമാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. എല്ലാം പഠിപ്പിച്ചിട്ടുള്ളതാണ്, അറിയില്ലെങ്കിൽ അറിയില്ലെന്നും പറയാം. അപ്പോൾ ഇതിന്റെ ക്ലാസ്സിനെ പറ്റിയുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ കമന്റിൽ കൊടുക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട്, റാങ്ക് മേക്കിംഗ് സീരീസിന്റെ അടുത്ത ടോപ്പിക്കുമായിട്ട്, എല്ലാം നല്ല ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളൊരു ക്വസ്റ്റ്യൻസ് പോലും സില്ലി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുക്കുന്നില്ല. എല്ലാം നല്ല ക്വസ്റ്റ്യൻസ് എടുത്താലും കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ഓക്കെ, അങ്ങനെ നമുക്ക് റാങ്ക് മേക്കിംഗ് സീരീസിൽ എല്ലാ ചാപ്റ്ററും, അഡ്വാൻസ്ഡ് മാത്സും എല്ലാം, ജോമെട്രി, ഡിഗ്നോമെട്രി, ഓൾജിബ്ര, മെൻസുറേഷൻ, അങ്ങനെയുള്ള എല്ലാ ചാപ്റ്ററും, പ്രോബിലിറ്റി എല്ലാം ചെയ്യാം. ഓക്കെ, നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.